2007 കേരളത്തിൽ റോഡ് സുരക്ഷാ അതോറിറ്റിയും അതിനു വേണ്ടിയിട്ടുള്ളൊരു റോഡ് സുരക്ഷാ ആക്റ്റും ഉണ്ടാകുന്നത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ അതോറിറ്റി ഉണ്ടാക്കി. ഈ അതോറിറ്റി ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു കാരണമുണ്ട്. നമ്മൾ റോഡ് അപകടങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലല്ല. ഇത് പൊതുമരാമത്ത് വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിൻ്റെയോ മാത്രം കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റോഡ് അപകട മരണങ്ങളും ഉൾപ്പെടുന്ന അതിനകത്ത് പല വിധത്തിലുള്ള വകുപ്പുകൾക്ക് അതിനകത്ത് പങ്കാളിത്തമുണ്ട്. ആരോഗ്യ വകുപ്പിനുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അങ്ങനെ പല വകുപ്പുകൾ നോക്കിയാൽ മാത്രമേ ഈ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും മറ്റും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വകുപ്പുകളുടെ ഒരു ഏകോപനം സാധ്യമാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് 2007 ഇന്ത്യയിൽ ആദ്യമായി ഒരു റോഡ് സേഫ്റ്റി അതോറിറ്റിയും റോഡ് സേഫ്റ്റി ആക്റ്റും കേരളത്തിൽ കൊണ്ടുവരുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു റോഡ് സേഫ്റ്റി കമ്മീഷണർ വേണമെന്നുണ്ട്. അതുപോലെ അതിനകത്ത് ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡിംഗ് വകുപ്പുകളുടെ മന്ത്രിമാർ, അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അംഗങ്ങളായിട്ടുള്ള വളരെ വിപുലമായ അധികാരങ്ങൾ നിർവചിച്ചിട്ടുള്ള ഒന്നാണ് ഈ റോഡ് സേഫ്റ്റി അതോറിറ്റി. ഈ അതോറിറ്റിക്ക് ഫണ്ട് എങ്ങനെ വരണം എന്ന കാര്യവും വളരെ കൃത്യമായി ഈ ആക്റ്റിൽ നിർവചിക്കുന്നുണ്ട്. അത് നമ്മൾ ഏതാണ്ട് ആ കാലം തൊട്ട് വാങ്ങുന്ന വാഹനങ്ങളുടെ വിലയിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് റോഡ് സേഫ്റ്റി അതോറിറ്റിക്കുള്ള തുകയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പമുള്ള ചില ഈ റോഡുകളിൽ നിന്നും പിഴ ഈടാക്കുന്ന അതിൻ്റെ ഒരു നിശ്ചിത ശതമാനവും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണം എന്നുള്ളതാണ് ചട്ടത്തിൽ പറയുന്നത്. എൻ്റെ ഈ പുസ്തകത്തിൽ ഞാൻ 2012 തൊട്ട് ഇത്തരത്തിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ചെലവഴിച്ചിട്ടുള്ള ഫണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ റോഡ് സേഫ്റ്റി ഫണ്ട് എന്ന രീതിയിൽ സംസ്ഥാന ഖജനാവിലേക്ക് എത്ര രൂപ വന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു കൃത്യമായ കണക്ക് ഇപ്പോഴും നമുക്ക് ലഭ്യമാകുന്നില്ല. അത് അതോറിറ്റിക്കല്ല കിട്ടുന്നത്. അത് അതോറിറ്റിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് സർക്കാർ ചെലവഴിക്കുന്നതായതുകൊണ്ട് ആ തുക സർക്കാരിൽ തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും വളരെയധികം അധികാരങ്ങളുള്ള റോഡ് സേഫ്റ്റി അതോറിറ്റി ഒരു നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നുള്ള കാര്യം കാണാതിരിക്കാൻ പറ്റില്ല. കാരണം അത് 2007 നമ്മൾ എവിടെ തുടങ്ങിയോ ആ തുടങ്ങിയിടത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അന്ന് തൊട്ട് ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ 2 തവണ മാത്രമാണ് ഒരു സ്വതന്ത്ര റോഡ് സേഫ്റ്റി കമ്മീഷണർ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഓരോ തവണയും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് തന്നെ റോഡ് സേഫ്റ്റി കമ്മീഷണർ കൂടി അധിക ചുമതല കൊടുക്കുന്ന ഒരു പ്രവണതയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഇതിനകത്ത് സമീപ നാളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത 2 തവണ ഇൻഡിവിജ്വലായി റോഡ് സേഫ്റ്റി കമ്മീഷണറെ സർക്കാർ നിയോഗിക്കുമ്പോൾ അതുവരെ ഗതാഗത കമ്മീഷണർക്കാണ് അധിക ചുമതല കൊടുത്തിരുന്നത്. അപ്പോൾ റോഡ് സേഫ്റ്റി കമ്മീഷണറെ IPSകാരെ നിയോഗിക്കുമ്പോൾ ഈ പോലീസിൽ ഗതാഗത കമ്മീഷണറുടെ ചുമതലയിൽ ഇരിക്കുന്ന ആളിനേക്കാൾ തസ്തികയിൽ മുകളിലുള്ള ഒരാൾ ഗതാഗത കമ്മീഷണറുടെ ഒപ്പമോ അതിന് താഴെയോ എന്ന് പറയാവുന്ന റോഡ് സേഫ്റ്റി കമ്മീഷണറുടെ പോസ്റ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില ഈഗോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒപ്പം അതോറിറ്റിക്ക് വളരെയധികം ആൾ കുറവാണ്, അവർക്ക് സ്റ്റാഫ് കുറവാണ്. എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നുമില്ല എന്നുള്ളതാണ് ഇതുവരെ കണ്ടുവരുന്ന കാര്യം. ഇപ്പം ഞാൻ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ 2 വർഷങ്ങളിൽ റോഡ് സേഫ്റ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതോറിറ്റി ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ പണം പോലീസ് വകുപ്പിനും മോട്ടോർ വാഹന വകുപ്പിനും വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് വിവരാവകാശ രേഖകൾ പ്രകാരം കിട്ടിയ മറുപടി. വാഹനങ്ങൾ വാങ്ങുന്നത് തെറ്റുണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് പകുതി പോലും ഈ റോഡ് സുരക്ഷാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ പറയുന്ന വകുപ്പുകളുടെ ഓഫീസ് ആവശ്യങ്ങൾക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പോലീസിന് പോലും റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് എന്ന് എഴുതി ഉപയോഗിക്കുന്ന വാഹനം റോഡ് സേഫ്റ്റിക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ റുട്ടീനായിട്ടുള്ള പട്രോളിംഗ് പോലുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. 2 ബസ്സുകൾ ഉൾപ്പെടെ പോലീസിന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. ശരിക്കും നമ്മുടെ അതേസമയം ഇതിനകത്തൊരു വൈരുദ്ധ്യം, ബ്ലാക്ക് സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നാറ്റ്പാക്ക് ഐഡന്റിഫൈ ചെയ്ത ബ്ലാക്ക് സ്പോട്ടുകളിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗത്തിന് കീഴിലുള്ള റോഡുകൾ, അത് റോഡ്സ് വിഭാഗം ചീഫ് എഞ്ചിനീയറുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അത് പറയുന്നുണ്ട്. 10-20 എണ്ണത്തിന് മുകളിൽ PWD അത് റാറ്റിഫൈ ചെയ്തു. ബാക്കിയുള്ളത് റാറ്റിഫൈ ചെയ്യണമെങ്കിൽ സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ അതിന് പണം വേണം. ആ പണം റോഡ് സേഫ്റ്റി അതോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അത് PWDക്ക് ആ തുക കൂടി ഉപയോഗിച്ച് ഈ റോഡിന്റെ വികസനം സാധ്യമാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ അതോറിറ്റിയിൽ നിന്ന് ഈ പണം കിട്ടുമോ എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവിടുത്തെ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിന് എത്ര രൂപ ചിലവ് വരും, അതിനുള്ള ചിലവ് കൂടി ഈ അതോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം കുറച്ചൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ ബോധവൽക്കരണത്തിൽ പോലും ചില FM റേഡിയോകളിൽ ചില ഉന്നത ആളുകളുടെയും മറ്റും ശബ്ദത്തിൽ നിങ്ങൾ ഹെൽമെറ്റ് വയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്ന്
പറയുന്നതിൽ മാത്രമായിട്ട് നമ്മുടെ ബോധവൽക്കരണം ഒതുങ്ങുകയാണ്. ഇത് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ ഇപ്പോൾ സീറ്റ് ബെൽറ്റും അതുപോലെ തന്നെ ഹെൽമെറ്റും ധരിക്കുന്നത് ക്യാമറ വന്നതോടുകൂടി വർദ്ധിച്ചിട്ടുണ്ട്, AI ക്യാമറ വന്നതോടുകൂടി വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മരണസംഖ്യ കുറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതല്ലാതെ റോഡിൽ പുലർത്തേണ്ട പല അമിത വേഗത ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും കൂടുതൽ ക്യാമറകൾ വെക്കണമെങ്കിൽ അതിന്, അല്ലെങ്കിൽ ബോധവൽക്കരണത്തിൻ്റെ വീഡിയോകൾ ചെയ്തിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പെട്രോൾ പമ്പുകളിലും ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അതിലെ കടന്നു പോകുന്നവർ ഇത് കാണാം, പോസ്റ്ററുകൾ പതിപ്പിക്കുകയാണെങ്കിൽ അതുവഴി കടന്നു പോകുന്നവർ ഇത് കാണാം. അത്തരത്തിലുള്ള ശ്രമങ്ങൾ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. തങ്ങളുടെ അധികാരം എന്താണ്, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് തങ്ങളുടെ അധികാരം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ അത് പ്രാവർത്തികമാക്കാം, പ്രയോഗിക്കാം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ മാത്രം മുന്നോട്ട് പോകുന്ന ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഒന്ന് മാത്രമായി കേരളത്തിലെ റോഡ് സേഫ്റ്റി അതോറിറ്റി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതേസമയം അതിനുശേഷം നമ്മുടെ ഈ ഒരു ചട്ടത്തിൻ്റെ ചുവട് പിടിച്ച് മറ്റു പല സംസ്ഥാനങ്ങളിലും റോഡ് സേഫ്റ്റി അതോറിറ്റികൾ രൂപീകൃതമായിട്ടുണ്ട്. അവയൊക്കെ നമ്മേക്കാൾ വളരെയധികം മുന്നിലോട്ട് സഞ്ചരിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്.